സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു മില്ലറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വാക്കൈ എന്നാണ് എഴുതിയേക്കണം. അപ്പോൾ ഇത് ആഫ്രിക്കക്കാരുടെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ പറയുമ്പോൾ വാച്ചൈ എന്ന് പറയണം. സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗം നമ്മുടെ മണിച്ചോളത്തിൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ്. അതാണ് സംഭവം. അപ്പോൾ ഈ മണിച്ചോളം എന്ന് പറയുമ്പോൾ മറ്റേ സാധാ മണിച്ചോളമല്ല, ഈ ബൈക്ക് കളർ സ്വർഗം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ആ റെഡ് സ്വർഗം ഉണ്ടാണത്. അതിന് ഗിനിയാക്കോൺ എന്നും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ ആ തണ്ടിനോട് ചേർന്ന ഭാഗം എടുത്ത് ഉണക്കി പൊടിച്ച് ഉള്ള പൊടിയാണിത്. അപ്പോൾ ഇതാണ് ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഗിനിയാക്കോൺ, അതല്ലെങ്കിൽ സ്വർഗം ബൈക്ക് കളറിൻ്റെ ഇലയുടെ തണ്ട്, ഇല തണ്ടിനോട് ചേർന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഈ ചുവന്ന കളറായിരിക്കും. അപ്പോൾ ഈ സാധനം എടുത്ത് ഉണക്കി പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഞാനത് പൊട്ടിച്ചാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പൗഡർ. ഇനി ഇത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പറയത്തക്ക ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഇവര് ഉപയോഗിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആണ്, പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്, പിന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്, പിന്നെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ മിനറൽ കണ്ടന്റ് പറയുകയാണെങ്കിൽ മാംഗനീസ്, അയൺ, സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, കോപ്പർ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് അവർ ഈ ചോറിൻ്റെ ഒപ്പം നമ്മുടെ ഈ രാജ്മ ചാവൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിൽ ചോറും പയറും തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കളർ ചുമപ്പ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ആഡ് ചെയ്യണം. പിന്നെ അത് ചായ വെച്ച് തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഇത് നമ്മുടെ വാക്കൈ പൗഡർ വെച്ചിട്ട്, അല്ലെങ്കിൽ ആഫ്രിക്കക്കാരുടെ ഭാഷ പറഞ്ഞാൽ വാച്ചൈ പൗഡർ വെച്ചിട്ട് കളർ കൊടുത്തു കഴിഞ്ഞാൽ അരിയുടെ റൈസിൻ്റെ കളർ ഇതേപോലെ ഇരിക്കും. ഇതെല്ലാവരും ഇത് കണ്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സ്വർഗം ഡ്രൈഡ് ലീഫ് പൗഡർ അല്ലെങ്കിൽ വാക്കൈ പൗഡർ വെച്ചിട്ടുള്ള ലീവ്സ് പൗഡർ വെച്ചിട്ടുള്ള ചായയാണിത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ 2 സ്പൂൺ ഈ വാക്കൈ പൗഡർ അല്ലെങ്കിൽ വാച്ചൈ പൗഡർ എടുക്കുക, എന്നിട്ട് വെള്ളത്തിലെടുത്ത് തിളപ്പിക്കുക. അപ്പോൾ ഇത് ചായ പോലെ കുടിക്കാം. അപ്പോൾ ഇത് മെയിനായിട്ടും നമ്മളുടെ ഈ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസിനാണ് ഇത് അവർ മെയിനായിട്ട് കുടിക്കുന്നത്. അനീമിക് കണ്ടീഷൻ, പിന്നെ ദഹിക്കാനും ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെയാണ് ഉള്ള അവസ്ഥ വരുമ്പോഴാണ് ഇത് മെയിനായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് കുടിക്കണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ കഷായം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു 2 നേരം ഒരു 7 മുതൽ 10 ദിവസം വരെ കഴിക്കും. അപ്പോഴത്തേക്കും ഈ അനീമിക് കണ്ടീഷൻ മാറുമെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ ഒരു ടീ ആയിട്ടും ഉപയോഗിക്കാം. പിന്നെ അവർ മധുരവും നാരങ്ങയൊക്കെ ചേർത്ത് ചായ പോലെ കുടിക്കാറുണ്ട്. ഇത് കട്ടൻ ചായ കുടിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഈ വാക്കൈ ചായ അല്ലെങ്കിൽ വാക്കൈ ടീ. അപ്പോൾ ഇങ്ങനെ ഒരു ഉപയോഗവും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബെനിഫിറ്റ്സൊക്കെ എല്ലാത്തിനും പിയർ റിവ്യൂഡ് സ്റ്റഡീസ് ഉണ്ട്. ലിറ്ററേച്ചറിൽ, മെഡിക്കൽ ലിറ്ററേച്ചറിൽ അതിൻ്റെ സ്റ്റഡീസ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈജീരിയയിലും ആഫ്രിക്കയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ആഫ്രിക്കയിലല്ല, ഗാന എന്ന് പറഞ്ഞ കൺട്രിയിൽ, ഗാന എന്ന് പറഞ്ഞ കൺട്രിയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നൈജീരിയയിലും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മറ്റേ
ഈ എന്താണ് ഈ ക്ഷാമം വരുമ്പോൾ എന്താണ് എന്താ പറയുക, ഫുഡ് ക്രൈസിസ് ഒക്കെ വരുമ്പോൾ അവർ ഈ സ്വർഗം വൈറ്റ് കളറിൻ്റെ ഗുനിയാക്കാളിൻ്റെ ഇല ഫുഡ് സോഴ്സായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്, കളർ കിട്ടാനും മറ്റു ബാക്കി ബെനിഫിറ്റ്സിനൊക്കെ വേണ്ടി. ഇവർ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർ ആ ലീഫ് തന്നെ തോരമ്പിച്ച് കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലും ഇത് പ്രാവർത്തികമാക്കേണ്ടതാണ്. അപ്പം നമ്മളും ഇത് നമ്മുടെ മില്ലറ്റ് സംസ്കാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ മില്ലറ്റ് കൾച്ചറിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഫുഡിലും പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സിനും വേണ്ടി ഇത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്.